റിങ്കി കിളി കാട്ടിന്റെ ഇടയ്ക്ക് ആൽമരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവളെ കൂടാണ്ട് ഒരുപാട് പക്ഷികളും പ്രാവുകളും ചമ്പ അണ്ണാനും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ ഒരുപാട് മൃഗങ്ങൾക്ക് ആ മരത്തിന്റെ അടിയിലിരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. റിങ്കി കിളി എല്ലാ മൃഗങ്ങളെയും സ്വന്തമായിട്ട് കാണുമായിരുന്നു. അവരെ സഹായിക്കാൻ എപ്പോഴും അവൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും അവളോട് നല്ല ബഹുമാനമായിരുന്നു. റിങ്കി കിളിയുടെ മോള് മീനുക്കിളി അമ്മയുടെ സ്വഭാവത്തിൽ നിന്നും വിപരീതമായിരുന്നു. എപ്പോഴും സ്വന്തം കാര്യം നോക്കുകയും ആരോടും മിണ്ടാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. റിങ്കി ചേച്ചി, നോക്കിക്കേ, എന്റെ മോക്ക് എന്താ പറ്റിയെന്ന്. ഒരു മനുഷ്യക്കുഞ്ഞ് വന്നിട്ട് മരത്തിൽ ഇവൾക്കെതിരെ ഒരു കല്ലെറിഞ്ഞു. അപ്പൊ തൊട്ട് അവളുടെ നടുവിന് നല്ല വേദനയാ. അയ്യോ ചമ്പ ചേച്ചി, എനിക്ക് നന്നായിട്ട് അറിയാലോ, ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ. ഒരു മിനിറ്റ് കാത്തിരിക്കും, ഞാൻ നോക്കട്ടെ. ഇത് പറഞ്ഞ് റിങ്കി അവിടെന്ന് പോയി. കുറച്ചേരം കഴിഞ്ഞ് അവൾ അവളുടെ ചുണ്ടിൽ 3 പച്ച ഇലകൾ കൊണ്ടുവന്നു. ഇന്ന മോളെ, ഈ 3 ഇലകൾ നീ കഴിക്ക്. ഈ ഇലകൾ നീ കഴിച്ചാലേ നിന്റെ വേദന പമ്പ കിടക്കും. ഇത് പറഞ്ഞ് റിങ്കി കിളി അണ്ണാന്റെ മോളെ കൊണ്ട് ആ ഇലകൾ തീറ്റിച്ചു. അണ്ണാന്റെ മോള് പറഞ്ഞു, അയ്യോ അമ്മ, ഇതിന് ഭയങ്കര കയ്പാ. വേദന ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്പായിട്ടും ആ ഇലകളെ അവൾ കഴിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവളുടെ നടുവേദന പമ്പ കടന്നു. ആ അമ്മ, എനിക്കിപ്പോ ഒട്ടുമേ വേദനിക്കണില്ലല്ലോ. താങ്ക് യു റിങ്കി ആന്റി. എപ്പോഴാണോ എന്തോ എന്റെ അമ്മ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനോ എന്തോ, വെറുതെ സമയം കളയണു. അടുത്ത ദിവസം മീനുക്കിളി കറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു മരത്തിൽ അങ്ങ് ഇരുന്ന് ആലോചിച്ചു. ആ രഹസ്യമായിട്ടുള്ള കാട്ടിലെന്താ നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഒരാൾ പോലും പോവാത്തെ? ഒന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. അപ്പോഴാ മരത്തിലിരുന്ന മോണ്ടു കുരങ്ങൻ പറഞ്ഞു, അങ്ങോട്ടൊരിക്കലും പോകരുത്. അവിടോട്ട് ഏതൊക്കെ മൃഗങ്ങൾ പോയിട്ടുണ്ടോ അവരാരും തിരിച്ചു വന്നിട്ടില്ല. അവിടെ പോകുന്നത് ജീവൻ അപകടമാണ് മീനു. മിണ്ടാതിരിക്കെ. ഒരു കൊരങ്ങനായ നിനക്ക് സുന്ദരിയായ കിളിയുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? നീ റിംകി കിളിയുടെ മകളല്ലേ, അതുകൊണ്ട് മാത്രമാ പറഞ്ഞേ. അവരാർക്കും മോശമൊന്നും ചെയ്യില്ല. അത് വിട്ടേരെ, എന്റെ അമ്മയ്ക്ക് വട്ട. വെറുതെ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം സമയം നഷ്ടപ്പെടുത്തുക. ഞാൻ എന്റെ അമ്മയെ പോലെ ആവാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനെ പറഞ്ഞ് ആ രഹസ്യമായിട്ടുള്ള കാട്ടിലേക്ക് അവൾ പറന്നു. അവിടെ അവൾ മരങ്ങളും ഫലങ്ങളും ഒക്കെ കണ്ടു. ഇതിനു മുമ്പ് അവൾ അത് കണ്ടിട്ടേയില്ല. പിന്നെ അവിടുത്തെ മണവും വ്യത്യസ്തമായിരുന്നു. എന്ത് രസമാണ് ഈ സ്ഥലം. ആരുടെയും കൂടെ താമസിക്കേണ്ട ഒരാവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ഒറ്റയ്ക്കും താമസിക്കാലോ. അപ്പോൾ അവിടെ നീല നിറത്തിലുള്ള ആപ്പിൾ മരം കാണും. അവൾ പെട്ടെന്ന് അതിന്റെ മേളിൽ പോയിരുന്നു. ആഹാ, ഇതുവരെ ഞാൻ നീല ആപ്പിൾ കണ്ടിട്ടില്ല. ഇതിനെ ഒന്ന് കഴിച്ചു നോക്കണല്ലോ. ഇങ്ങനെ പറഞ്ഞ് നീല ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു. അവൾ അത് മുഴുവനും കഴിച്ചു. അവൾ കഴിക്കുന്ന തിടുക്കത്തിൽ അവൾക്ക് മനസ്സിലായതേ ഇല്ല അവളുടെ വായും ചുണ്ടും എല്ലാം നീലയായെന്ന്. നല്ല രസ. ഇനി നോക്കട്ടെ ഈ കാട്ടില് വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞ് അവൾ മുമ്പോട്ട് പോയി. ഇത് കണ്ട് ഒരു കഴുകൻ അവളെ കണ്ട് പറയുകയാ, കൊള്ളാമല്ലോ, നീല ചുണ്ടുള്ള പക്ഷി. ഇതിന്റെ മാംസത്തിന് നല്ല രുചിയായിരിക്കും. ഇപ്പുറത്ത് മോണ്ടു കുരങ്ങൻ പിങ്കി കിളിയുടെ അടുത്ത് വന്നു. അവള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. മീനു ഇപ്പൊ പറയാതെയൊക്കെയാണ് പുറത്തോട്ട് പോണ. ഇത് കാരണം എനിക്ക് ഭ്രാന്താവുക. കാട് മുഴുവൻ ഞാൻ തപ്പി നോക്കി. ഇനി എവിടെന്ന് കണ്ടുപിടിക്കും? ആ റിംകി കിളി, നിന്റെ മകൾ മീനു നിഗൂഢ വനത്തിലേക്ക് പോയി. എന്താ പറഞ്ഞേ? രഹസ്യമായ കാട്ടിലോട്ടോ? നിങ്ങൾ അവളെ തടയാത്ത എന്തായിരുന്നു? ഞാൻ കുറെ പറഞ്ഞു, പക്ഷെ അവൾ എന്റെ വാക്കുകൾ കേട്ടില്ല. അവൾ ഒന്നും ശ്രദ്ധിക്കാതെ പോയി കളഞ്ഞു. എന്റെ മോണ്ടു ചേട്ടാ, അവൾക്ക് പകരം ഞാൻ മാപ്പ് ചോദിക്കുക. എനിക്കറിയില്ല ഇനി എനിക്ക് അവളെ കാണാൻ പറ്റുമോന്ന്. ഇത്രയും വലിയ കാട്ടിൽ ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും, അത് ഒറ്റയ്ക്ക്? അല്ല, നീ എന്താ റിങ്കി ഇങ്ങനൊക്കെ പറയുന്നേ? നീ എപ്പോഴും ഞങ്ങളെല്ലാരെയും സഹായിക്കാറില്ലേ? നിനക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കും തോന്നുന്നുണ്ടോ? അപ്പോ അണ്ണാൻ, കാക്ക, കരടി, ആന എല്ലാ മൃഗങ്ങളും അവളുടെ അടുത്തെത്തി. എന്നിട്ട് അവളുടെ കൂടെ ആ രഹസ്യമായിട്ടുള്ള കാട്ടിലോട്ട് പോയി. അവൾ എങ്ങനെയായിരിക്കും എന്തോ. നീ വിഷമിക്കണ്ട റിങ്കി, ഞങ്ങളെല്ലാവരും കൂടെയില്ലേ. എല്ലാ മൃഗങ്ങളും മണിക്കൂറോളം തിരയാൻ തുടങ്ങി. റിങ്കിയുടെ മനസ്സിൽ നിന്നും അവക്ക് വേണ്ടി പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കിട്ടണേ എന്ന്. പാതി കാട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും അവര് കണ്ടത് അവർക്കത് സഹിക്കാൻ പറ്റിയില്ല.
മീനു മോളെ. അവര് കണ്ടത് മീനു കിളിയെ ഒരു കൂടിന്റെ അകത്ത് അവളെ നോക്കാനായിട്ടൊരു കഴുകൻ അവിടെ കാത്തിരിക്കുന്നതായിട്ട്. എന്താ നിങ്ങളെന്ത് വെഡ്ഡികളാ ഇങ്ങോട്ട് വരാനായിട്ട്? കഴുക, എന്റെ മകളെ വെറുതെ വിട്. അടുത്തേക്ക് വരരുത്. വന്നാൽ ഇവളുടെ കഥ അതോടുകൂടി തീരും. ഇത് കേട്ട് ബാക്കിയുള്ള മൃഗങ്ങൾ പേടിച്ച് പുറകിലോട്ട് പോയി. കഴുകൻ ചേട്ടാ, ഇതെന്റെ ഏക മകളാണ്. നീ എന്തിനാണ് ഇവളെങ്ങനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇവളുടെ നീല ചുണ്ട് കാരണമാണ്. നീല ചുണ്ടുള്ള പക്ഷികളുടെ മാംസം ഭക്ഷിക്കാൻ രുചിയുള്ളതാണ്. പിന്നെ രാവിലെ ഇത് കഴിച്ചാൽ ഒരുപാട് ശക്തി കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഞാൻ പിടിച്ചു കൂട്ടിലിട്ടത്. ഇന്നിതാണ് എൻ്റെ ഭക്ഷണം. ഇല്ല, അങ്ങനെ ചെയ്യരുത്. അവളെ വെറുതെ വിട്ടേരെ. എല്ലാ മൃഗങ്ങളും ശരിക്കും ശ്രദ്ധിച്ചു. മീനു കിളിയുടെ ചുണ്ട് നീലയായിരുന്നു. മോളെ, നിന്റെ ചുണ്ടെങ്ങനെയാ നീലയായത്? അമ്മ, ഞാനിവിടെ വന്നപ്പോഴേക്കും നീല നിറത്തിലുള്ള ആപ്പിൾ തിന്നിരുന്നു. ചിലപ്പോ അത് കാരണമായിരിക്കും നീലയായത്. എന്താ പറഞ്ഞേ? ആപ്പിൾ തിന്നപ്പോഴോ? അതേ കഴുക, അതാണ് സത്യം. നീ വിചാരിക്കുന്ന പോലത്തെ കിളിയല്ല എന്റെ മോള്. ഇല്ല, നിങ്ങളെല്ലാവരും കൂടെ വന്ന് എന്നെ പറ്റിക്കാൻ നോക്കുക. കാരണം ഇവളെ ഞാൻ വെറുതെ വിടാൻ. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. എന്നിട്ട് ആന പറഞ്ഞു, ശരി, എങ്കിൽ ഞങ്ങളത് തെളിയിക്കുന്നതായിരിക്കാം. അതായത് അത് സത്യമാണെന്ന്. നീ മീനുവിന് ഒരു പാത്രം വെള്ളം കൊടുക്ക. അതിനുശേഷവും അവളുടെ ചുണ്ടിന് നിറം മാറിയില്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പൊയ്ക്കോളാം. ഇത് കേട്ട എല്ലാ മൃഗങ്ങളും ശരി, നിങ്ങൾ വെള്ളം കൊണ്ടുവാ, ഞാൻ ഇവളെ കൊണ്ട് കുടിപ്പിക്കാം. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അപ്പൊ തന്നെ നദിയുടെ അടുത്ത് പോയി. എന്നിട്ട് ചിരട്ടയിൽ നിറച്ചു വെള്ളം എടുത്തോണ്ട് വന്നു. കഴുകൻ കൂട്ടിന്റെ അകത്ത് ചിരട്ട വെച്ചു കൊടുത്തു. മീനു, പെട്ടെന്ന് വെള്ളം കുടിച്ചോ. മീനു വെള്ളം കുടിക്കാനായിട്ട് അവളുടെ ചുണ്ട് അതിലിട്ടതും അവളുടെ ചുണ്ടിൽ നിന്നും നാക്കിൽ നിന്നും നീല നിറം പോയി. അയ്യോ, ഇതെന്തായി സംഭവിച്ചേ? ഇപ്പൊ നീ കണ്ടില്ലേ ശരിക്കും? പ്ലീസ്, എന്റെ മോളെ വെറുതെ വിട്ടേരെ. ശരി, ഇവളെ വിട്ടേക്കാം. ഇനി ഇവളെ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് എന്താ കാര്യം? ഇത് പറഞ്ഞ് കഴുകൻ കൂടങ്ങ് തുറന്നു. അങ്ങനെ മീനു പറന്ന് അവളുടെ അമ്മയുടെ അടുത്തെത്തി. സത്യത്തിൽ നിന്റെ അമ്മയുടെ നല്ല പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും നിന്നെ രക്ഷിക്കാനായിട്ട് വന്നത്. അല്ലാതെ ഒരു അഹങ്കാരിയെ ആരും സഹായിക്കില്ല. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും നല്ലവരാ. എന്റെ അമ്മയും നല്ലത് തന്നെയാ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. എല്ലാവരോടും നന്നായി മിണ്ടുകയും വേണം. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും രഹസ്യമായിട്ടുള്ള കാട്ടിൽ നിന്നും വന്ന് അവരുടെ കാട്ടിൽ അതേ ആൽമരത്തിന്റെ അടിയിൽ വന്നിരുന്നു. അതിനുശേഷം മീനുവിന്റെ സ്വഭാവം റിങ്കിയുടെ സ്വഭാവം പോലെ തന്നെ നല്ലതായി.